crochet. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ഫൗണ്ടേഷൻ ചെയിൻ ചെയ്യാതെ ഡബിൾ ക്രോഷേ സ്റ്റിച്ച് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മൾ ഫൗണ്ടേഷൻ ചെയിൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നില്ല, നമ്മൾ വർക്ക് ചെയ്യുന്നതിനൊപ്പം തന്നെയാണ് ഫൗണ്ടേഷൻ ചെയിനും ചെയ്തു പോകുന്നത്. ഈ ഒരു ടെക്നിക്ക് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്നത് വലിയ പ്രോജക്ട്സ്, ഇപ്പോൾ നമ്മുടെ ടോപ്പോ അല്ലെങ്കിൽ ഒരു ഫ്രോക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത്, വലിയ ടേബിൾ മാറ്റൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്കൊരു ഫിക്സ്ഡ് ലെങ്ത്ത് നമുക്ക് ആവശ്യമുള്ള സമയത്താണ് നമ്മൾ ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ചെയിൻ ചെയ്തിട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ചെയിൻ ചെയ്ത് കഴിഞ്ഞ് ഡബിൾ ക്രോഷേസോ സിംഗിൾ ക്രോഷേസോ എന്ത് വർക്ക് ചെയ്യുമ്പോഴും ആ കറക്റ്റ് ലെങ്ത്ത് നമുക്ക് കിട്ടിയില്ല എന്ന് വരും. അപ്പോൾ പിന്നെ നമ്മൾ രണ്ടാമതാഴ്ച വീണ്ടും വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് അവോയ്ഡ് ചെയ്യാനാണ് നമ്മൾ ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. ഈ ടെക്നിക്കിനെ പറയുന്നത് ചെയിൻലെസ് ഫൗണ്ടേഷൻ സ്റ്റിച്ച് എന്നാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ചെയിൻലെസ് ഫൗണ്ടേഷൻ ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ടെക്നിക്ക് കാണിക്കാനായിട്ട് ഞാനിവിടെ ഒരു അക്രിലിക് യാണാണ്, 4 പ്ലൈയുടെ അക്രിലിക് യാണാണ് യൂസ് ചെയ്യുന്നത്. ഇച്ചിരി തിക്ക് യാണാണിത്. അതിന് പറ്റിയ 5 mm ഹുക്കുമാണ് യൂസ് ചെയ്യുന്നത്. ഈ സ്റ്റിച്ചിന് ചെയ്യാനായിട്ട് ഇന്ന സൈസിലുള്ള ത്രെഡ് എന്ന് അല്ലെങ്കിൽ യാണെന്നൊന്നും ഇല്ല, ഏത് ടൈപ്പ് യാണിലും ഈ സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. സ്റ്റാർട്ടിങ്ങിൽ പ്രാക്ടീസിന് വേണമെങ്കിൽ ഒന്ന് തിക്ക് യാൺ വെച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്, കാരണം ആ സ്റ്റിച്ചുകളൊക്കെ കൃത്യമായിട്ട് കാണാൻ വേണ്ടി. ഇത് നമ്മളിന്ന് ഡബിൾ ക്രോഷേ ആണ് ചെയ്യാൻ പോകുന്നത്, ഫൗണ്ടേഷൻലെസ് ഡബിൾ ക്രോഷേ ആണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത് സ്ലിപ്പ് നോട്ട് ഇട്ട് ചെയിൻ 3 ആണ് വേണ്ടത്. നമ്മൾ ഡബിൾ ക്രോഷേ ചെയ്യുന്നതുകൊണ്ട് തന്നെ 3 ചെയിൻസ് ആണ് വേണ്ടത്. 1 2 3. ഇത് നമ്മുടെ റിട്ടേണിങ് ചെയിൻ ആയിരിക്കും. ഇനി നമുക്ക് ഡബിൾ ക്രോഷേ ആണ് വേണ്ടത്. ഈ ഒരു ടെക്നിക്ക് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ 2 ലൂപ്പിക്കോടെയും നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്, ഒരു ലൂപ്പിക്കോടെ മാത്രമല്ല. അപ്പോൾ യാൺ ഓവർ ചെയ്ത് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് സ്റ്റിച്ചിലാണ്. ആ സ്റ്റിച്ചിൽ നമ്മൾ 2 ലൂപ്പിക്കോടെയും ഇൻസേർട്ട് ചെയ്യുന്നുണ്ട്. ആദ്യത്തെ നമ്മുടെ ലൂപ്പുകളാണ് 2 എണ്ണം, പിന്നത്തെ നമ്മുടെ ചെയിനിലെ 2 ലൂപ്പുമാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് യാൺ ഓവർ ചെയ്ത് 2 ലൂപ്പിക്കോടെയും പുറത്തേക്ക് എടുക്കുക. ഇപ്പോൾ 3 ലൂപ്പുകളുണ്ട് നമ്മുടെ ഹുക്കുമ്മേ. ഇനി നമ്മൾ ചെയിനാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ലൂപ്പിക്കോടെ മാത്രം പുറത്തേക്ക് എടുക്കുക. യാൺ ഓവർ ചെയ്ത് ഒരു ലൂപ്പിക്കോടെ. ഇനി നമ്മൾ ഡബിൾ ക്രോഷേ ആണ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ യാൺ ഓവർ ചെയ്ത് 2 ലൂപ്പിക്കോടെ പുള്ള് ചെയ്യുക, യാൺ ഓവർ ചെയ്ത് വീണ്ടും 2 ലൂപ്പിക്കോടെ. അപ്പോൾ നമ്മുടെ റിട്ടേണിങ് ചെയിൻ 3യുമായി നമ്മുടെ ഡബിൾ ക്രോഷേയും ആയിട്ടുണ്ട്. ഇനി ചെയ്യാൻ പോകുന്ന സ്റ്റെപ്പുകളായിരിക്കും നമ്മൾ എത്ര ലെങ്ത്ത് വേണോ അതിനുള്ള റിപ്പീറ്റേഷനാണ് ഇത്. യാൺ ഓവർ ചെയ്യുക, വർക്കിനെ ട്വിസ്റ്റ് ചെയ്യുക. നമുക്ക് നമ്മുടെ വർക്കൊന്ന് ട്വിസ്റ്റ് ചെയ്ത് പിടിച്ച് കഴിയുമ്പോൾ നമുക്ക് 2 ലൂപ്പുകൾ കാണാം. ഈ 2 ലൂപ്പിൽ കൂടെയും നമ്മൾ ഇൻസേർട്ട് ചെയ്യണം. ഇതായിരിക്കും നമ്മുടെ ഫൗണ്ടേഷൻ ചെയിൻ്റെ ബേസായിട്ട് വർക്കായി വരുന്നത്. ഓവർ ചെയ്ത് വർക്കിനെ പതുക്കെ ടേൺ ചെയ്ത് 2 ലൂപ്പിൽ കൂടെയും ഇൻസേർട്ട് ചെയ്യണം. ഇനി പുൾ ത്രൂ ആ 2 ലൂപ്പിൽ കൂടെയും പുള്ള് ചെയ്തെടുക്കാം. 3 ലൂപ്പുണ്ട്, ഒരു ചെയിൻ, ഡബിൾ ക്രോഷേ. ഈ ഒരു സ്റ്റെപ്പായിരിക്കും നമ്മൾ റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. യാൺ ഓവർ, വർക്കിനെ ട്വിസ്റ്റ് ചെയ്ത് പിടിച്ച് 2 ലൂപ്പിൽ കൂടെയും ഇൻസേർട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. യാൺ ഓവർ ചെയ്ത് പുള്ള് ചെയ്തെടുക്കുക, ചെയിൻ, അത് കഴിഞ്ഞ് ഡബിൾ ക്രോഷേ. നമ്മൾ വർക്ക് ചെയ്യുന്നതിനൊപ്പം തന്നെയാണ് ഫൗണ്ടേഷൻ ചെയിനും ചെയ്തു പോകുന്നത്. ആയിരിക്കും നമ്മുടെ റിപ്പീറ്റേഷൻ. യാൺ ഓവർ, ട്വിസ്റ്റ് ചെയ്യുക വർക്കിന്, 2 ലൂപ്പിൽ കൂടെയും. നമ്മുടെ വർക്കൊന്ന് നീങ്ങി കഴിയുമ്പോൾ നമുക്ക് ആ ചെയിനുകൾ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. നമ്മുടെ ഫൗണ്ടേഷൻ ചെയിൻ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. യാൺ ഓവർ ചെയ്ത് ആ 2 ലൂപ്പിൽ കൂടെയും പുറത്തേക്ക് എടുക്കാം.
3 ലൂപ്പുണ്ട്. ഇനി yarn over ചെയ്ത് ഒരു ലൂപ്പിൽ കൂടെ എടുക്കാം. yarn over, pull through 2, again pull through 2. അപ്പോൾ നമ്മുടെ ഡബിൾ ക്രോഷ്യേസും ഒപ്പം തന്നെ നമ്മുടെ ഫൗണ്ടേഷൻ ചെയിനും വർക്കായി വരുന്നുണ്ട്. ഒന്നുകൂടെ നോക്കാം. yarn over ചെയ്ത് വർക്കിനെ ട്വിസ്റ്റ് ചെയ്ത് പിടിച്ച് കഴിയുമ്പോൾ നമ്മുടെ ചെയിനുകൾ നമുക്ക് കൃത്യമായിട്ട് കാണാം. 2 ലൂപ്പിൽ കൂടെ ഇൻസേർട്ട് ചെയ്യണം. പുൾ ത്രൂ. ഇപ്പോൾ 3 ലൂപ്പുണ്ട്. ഇനി yarn over ചെയ്ത് ഒരു ലൂപ്പിൽ കൂടെ ഇടാം. പുൾ ത്രൂ 2, പുൾ ത്രൂ 2. ഈ രീതിയിലാണ് നമ്മൾ ഫൗണ്ടേഷൻലെസ് ഡബിൾ ക്രോഷ്യ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫൗണ്ടേഷൻലെസ് ഡബിൾ ക്രോഷ്യ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ ടേക്ക് കെയർ, സ്റ്റേ സേഫ്, ബൈ.